സെറ്റ് ഒരു രക്ഷയില്ല ഗൈസ്. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളിപ്പോൾ കൊടും ചൂടല്ല അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ചൂടിന് നമുക്ക് തണുപ്പിക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, പച്ചമാങ്ങ ഇഞ്ചി ജ്യൂസാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള പച്ചമാങ്ങ റെഡിയാണ്, അതിൻ്റെ കൂടെ ഇഞ്ചിയും റെഡിയാണ്. ഇഞ്ചി പോയി നോക്കില്ല. അപ്പോൾ പച്ചമാങ്ങയും ഇഞ്ചി റെഡിയാണ്. അപ്പോൾ നമുക്ക് ജ്യൂസ് അങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം അവിടെ റെഡിയാണ്. മാങ്ങ റെഡിയാണ്, ഇഞ്ചി റെഡിയാണ്, അതുപോലെ മിക്സി ജാറ്, വെള്ളം, പഞ്ചസാര എല്ലാം റെഡിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ പച്ചമാങ്ങയുടെ തൊലി കംപ്ലീറ്റും കളയണം. തൊലി കംപ്ലീറ്റും ചെത്തി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ലെവലായി കിട്ടിയാൽ മതി. ഇതിലുള്ള ഈ തൊലി കംപ്ലീറ്റും വേണം. ഈ തൊലി ഉണ്ടെങ്കിലായിരുന്നു നമ്മൾ പച്ചമാങ്ങയുടെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇഞ്ചിയും പച്ചമാങ്ങയും റെഡിയാണ്. അപ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ പച്ചമാങ്ങ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി റെഡിയാണ്. അപ്പോൾ നമുക്ക് നേരത്തെ മിക്സിയിലിട്ടിട്ട് ജ്യൂസ് അടിക്കാം. പച്ചമാങ്ങ അതിട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് പഞ്ചസാര ഇടാം. കുറച്ചുള്ളൂ പഞ്ചസാര, കുറച്ച് മതി. ഷുഗറൊക്കെ ആയതുകൊണ്ട്, ഷുഗർ എനിക്കില്ല, പൊതുവേ ഞാൻ പറയാം. അപ്പോൾ ഒരു മാങ്ങയ്ക്കുള്ള പഞ്ചസാര ആഡ് ചെയ്താൽ മതി. അപ്പോൾ അതിലാവശ്യമായ വെള്ളം രണ്ടാമതാണ് ഞാൻ ക്യാമറമാനും. അപ്പോൾ രണ്ടാമത്തുള്ള വെള്ളം. അപ്പോൾ നമ്മുടെ മാങ്ങ, ഇഞ്ചി, അതുപോലെ തന്നെ പഞ്ചസാര, വെള്ളം എല്ലാം നമുക്ക് ഇതിലേക്ക് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് അടിച്ച് നോക്കാം. ആയിട്ട് നമ്മൾ പീസ് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ അടിച്ച് നോക്കാം. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മുടെ ജ്യൂസ് മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ അത് ഗ്ലാസ്സിലേക്ക് ആക്കാം. അപ്പോൾ ഗ്ലാസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് അരിപ്പ് എന്തായാലും നിർബന്ധമാണ്. അതിൻ്റെ ചവറ് കംപ്ലീറ്റും വരില്ല. അപ്പോൾ നമുക്ക് അരിപ്പിൽ ആക്കിയാലേ കംപ്ലീറ്റും ചവറ് റിമൂവ് ആയി പോകുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇതാവശ്യമില്ല, മാങ്ങ ജ്യൂസ് ആയതുകൊണ്ടാണ്. വേറെ ജ്യൂസൊക്കെയാണ് കംപ്ലീറ്റും കിട്ടും. ഇതുണ്ടാക്കുമ്പോൾ അപ്പോൾ നേരെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഈ സ്പൂൺ എന്തിനാണെന്ന് വെച്ചാൽ ഇതിവിടെ നമുക്കിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. ഇത് അങ്ങനെ നമുക്ക് ജ്യൂസ് കണ്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ പച്ചമാങ്ങ ജ്യൂസ് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ തണുപ്പ് അത്യാവശ്യം കുറവുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഐസ് ക്യൂബ് കൊണ്ടുവന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നല്ല ചെറുതായിട്ടുള്ള ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ശേഷം എല്ലാവരും വീട്ടിലേക്ക് ഉണ്ടാക്കാറുണ്ട്, അന്നേരം നമ്മളത് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയെന്ന് മാത്രം. അപ്പോൾ ഈ ചൂട് കാലത്ത് എല്ലാവരും ഇതുപോലത്തെ കൂൾ ഡ്രിങ്ക്സ് ആയിട്ടുള്ള ഫ്രഷ് ജ്യൂസുകളൊക്കെ ഉണ്ടാക്കി കുടിക്കണം. നമുക്ക് നേരെ കുടിച്ചു നോക്കാം. അപ്പോൾ മാങ്ങ ജ്യൂസ് കുടിക്കാനായിട്ട് പോകണം. സെറ്റ് ഒരു രക്ഷയില്ല ഗൈസ്. ആ പച്ചമാങ്ങയുടെയും ആ ഇഞ്ചിയുടെയും കരിമ്പ് ജ്യൂസ് കുടിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ സാധനം. നിങ്ങൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. പച്ചമാങ്ങ, അത് ഞാൻ ഈ മാങ്ങ ഏത് മാങ്ങയാണെന്ന് അറിയില്ല, കണ്ണിമാങ്ങ എന്താ അറിയില്ല. അപ്പോൾ ഒരു മാങ്ങ വാങ്ങിയിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ജ്യൂസ് ഉണ്ടാക്കി. ഇതിന് മുന്നും ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാമെന്നുകൊണ്ട് ഒന്ന് ഉണ്ടാക്കിയതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നമുക്ക് കുറിച്ച് കംപ്ലീറ്റ് ചെയ്യാം. പറഞ്ഞറിയിക്കാൻ വേണ്ടി നിങ്ങൾ കഴിച്ച് അനുഭവിക്കേണ്ടതാണിത്. ഇത് നേരത്തെ ഉണ്ടാക്കിയവരാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം. ഇതിന് ടേസ്റ്റൊക്കെ എങ്ങനെയുണ്ട്. ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ബൈ.